പ്രകൃതി രമണീയമായ കരുവന്നൂർ ദേശം. അവിടെ വെയിലൊളികൾ പുളകം ചാർത്തുന്ന കുഞ്ഞോളങ്ങളുമായി കരുവന്നൂർ പുഴ. ഭക്തിയുടെയും വിശ്വാസ പ്രമാണങ്ങളുടെയും നേർ സാക്ഷ്യമായി നിഗൂഢ രഹസ്യങ്ങളുടെ ചുരുളഴിച്ച് കരുവന്നൂർ പുഴയുടെ പ്രയാണം. മാനവരാശിയെ വേട്ടയാടുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാര നിർദ്ദേശവും ഇവിടെ നിന്ന് ആരംഭിക്കുന്നു. സ്വച്ഛന്തമൊഴുകുന്ന ഈ പുഴയുടെ തീരത്താണ് 400 വർഷത്തിലേറെ പഴക്കമുള്ള കാരണയിൽ ദേവസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി വരുന്ന ഭക്തർക്ക് ഞൊടിയിടയിൽ സന്തോഷത്തിന്റെ മുഖപ്രസാദവുമായി മടങ്ങിപ്പോകുന്ന സവിശേഷമായ ആജ്ഞാശക്തിയുടെ ഉറവിടവും ഇവിടം തന്നെ. ഉപാസകർക്ക് മുന്നിൽ അഭീഷ്ടം നിറവേറ്റുന്ന സാക്ഷാൽ കാരണയിൽ ദേവസ്ഥാനം പൊന്നുണ്ണി വിഷ്ണുമായ വിരാജിക്കുന്ന പവിത്രമായ ക്ഷേത്രസങ്കേതം. പ്രശ്നങ്ങൾ ഏതായാലും കരുവന്നൂർ കാരണയിൽ ദേവസ്ഥാനത്തിന് മുന്നിൽ ശാശ്വതമായ ഫലസിദ്ധി നിശ്ചയം. ജീവിതത്തിൽ കാരണമറിയാത്ത പ്രതിസന്ധികളെ നേരിടുന്നവർ, ശത്രുപക്ഷത്തു നിന്ന് അകാരണമായി ആക്രമിക്കപ്പെടുന്നവർ, എത്ര കഠിനമായി അധ്വാനിച്ചാലും ജീവിതം പച്ചപിടിക്കാത്തവർ എന്നിങ്ങനെ തീരാവേദനയും ആവലാതികളുമായി ഈ പടിക്കലെത്തുന്നവർ നിരവധിയാണ്. നമ്മൾ തലമുറകളായി വിഷ്ണുമായ സ്വാമിനെ ആരാധിച്ചു വരുന്ന കുടുംബമാണ്. ഏകദേശം 6-7 തലമുറയ്ക്ക് മുന്നുള്ള മുത്തച്ഛനാണ് ആദ്യമായിട്ട് വിഷ്ണുമായ സ്വാമിയെ ഇവിടെ പ്രതിഷ്ഠിച്ച് വിഷ്ണുമായ സ്വാമിയുടെ പൂജാവിധികളും ഇതുകളെല്ലാമേ തുടങ്ങിയത്. അതിനുശേഷം ഓരോ തലമുറയും കൈമാറി നമ്മൾ പൂജയും കാര്യങ്ങളും സ്വാമിക്ക് വേണ്ടതായിട്ടുള്ള കർമ്മങ്ങളും എല്ലാം നടത്തി വരുന്ന ഒരു കുടുംബമാണ്. ഇവിടെ എത്തിപ്പെടുന്ന ഭക്തജനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള കാര്യസാധ്യം, എന്തെങ്കിലും ദോഷദുരിതങ്ങളെ കൊണ്ട് വലയുന്ന ഭക്തജനങ്ങൾക്ക് അവരുടെ കാര്യസാധ്യം നടന്നു കിട്ടുന്നതിന് വേണ്ടി അതിനായിട്ടുള്ള കർമ്മങ്ങളും കാര്യങ്ങളുമാണ് നമ്മൾ ഇവിടെ നിന്ന് ചെയ്തു കൊടുക്കാറുള്ളത്. ഇവിടുത്തെ മാസത്തിലെ പ്രധാന ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമാവാസി നാളുകളിലാണ്. അമാവാസി നാളിൽ രാത്രിയിൽ നടക്കുന്ന കർമ്മങ്ങളിൽ പങ്കെടുത്ത് സ്വാമിക്ക് വേണ്ടതായിട്ടുള്ള കർമ്മങ്ങളും എല്ലാമേ പങ്കെടുത്ത് അവരുടേതായിട്ടുള്ള കാര്യസാധ്യത്തിന് വേണ്ടി ഉള്ള അനുഗ്രഹം വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യസാധ്യം എത്രയും പെട്ടെന്ന് ഫലപ്രാപ്തിയിലെത്തും എന്നുള്ളതാണ് എല്ലാവരുടെയും അനുഭവം. വർഷത്തിലെ പ്രധാനപ്പെട്ട ഉത്സവമാണ് തിറവള്ളാട്ട് ഉത്സവം. അതിലും പങ്കെടുത്ത് കാര്യസാധ്യം നേടുന്നതിന് വേണ്ടിയും നിരവധി ഭക്തജനങ്ങൾ എത്തിപ്പെടാറുണ്ട്. രൂപക്കളം ദർശിച്ച് രൂപകളത്തിലെ പൊടി കൊണ്ടുപോയി വെള്ളത്തിൽ കലക്കി വീട്ടിൽ തെളിച്ചു കഴിഞ്ഞാൽ ശത്രു സംബന്ധമായിട്ടുള്ള ദോഷങ്ങളും ദുരിതങ്ങളും എല്ലാം മാറി നല്ല രീതിയിലുള്ള മുന്നേറ്റം കുടുംബത്തിന് മൊത്തമായിട്ട് ഉണ്ടാകും എന്നുള്ളതാണ് എല്ലാ ഭക്തജനങ്ങളുടെയും അനുഭവം. വിശ്വസിച്ചുപാസിച്ചാൽ എന്തും കനിഞ്ഞു നൽകുന്ന വിഷ്ണുമായ സ്വാമിയുടെ മുന്നിലെത്തിപ്പെട്ടാൽ അവർ രക്ഷപ്പെട്ടു. തീരാത്ത ആവലാതികൾക്ക് ശാശ്വതമായ പരിഹാരവുമായി അവർക്ക് ഇവിടെ നിന്നും മടങ്ങാം. തലമുറകളായി കൈമാറി വന്ന വിഷ്ണുമായ ഉപാസനയുടെ ശക്തിയിൽ നിന്നാണ് നിരാലംബർ അജയ്യരായി തിരിച്ചു പോകുന്നത്. ഏകദേശം 400 വർഷങ്ങൾക്ക് മുൻപ് കരുവന്നൂർ കാരണയിൽ തറവാട്ടിൽ മുത്തപ്പൻ ഗുരുക്കൾ എന്നൊരാൾ ജീവിച്ചിരുന്നു. സഹജീവികളോട് കരുണയും അനുകമ്പയും കൈമുതലായി സൂക്ഷിച്ചിരുന്ന ഗുരുക്കൾക്ക് ഒരു ദിനം കരുവന്നൂർ പുഴയിൽ കുളിക്കവേ ഉൾവിളിയുണ്ടായി. ജലാന്തർ ഭാഗത്തുനിന്ന് ഒരു ദിവ്യപ്രകാശം മുത്തപ്പൻ ഗുരുക്കളുടെ ശരീരത്തിൽ പ്രവേശിച്ചു. തുടർന്ന് ജലത്തിൽ നിന്നും ഒരു ശിലാവിഗ്രഹം പൊന്തിവരികയും അതോടൊപ്പം ശിവപാർവതിമാർ പ്രത്യക്ഷപ്പെട്ട് മൂലമന്ത്രം ഉപദേശിച്ചു നൽകിയെന്നുമാണ് ഐതിഹ്യം. വിഷ്ണുമായ സ്വാമിയുടെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കിയ മുത്തപ്പൻ ഗുരുക്കൾ തന്റെ വസതിയിൽ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു. ശിലാവിഗ്രഹത്തിൽ ശാക്തേയ പൂജാവിധിയാണ് ഗുരുക്കൾ അവലംബിച്ച് ആരാധിച്ചത്. അങ്ങനെ കരുവന്നൂർ കാരണയിൽ ദേവസ്ഥാനം പുകഴ് നേടി. ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾ അവരുടേതായിട്ടുള്ള കാര്യസാധ്യം എന്താണോ, അവരുടേതായിട്ടുള്ള ദോഷങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള പരിഹാര മാർഗങ്ങൾ നമ്മൾ നിർദ്ദേശിച്ച് അതിനുള്ള കർമ്മങ്ങളെല്ലാമേ ചെയ്ത് കൊടുക്കുന്നതാണ്. വിശ്വാസത്തോടു കൂടി എത്തിപ്പെടുന്ന ഏതൊരു ഭക്തനും അവരുടേതായിട്ടുള്ള കാര്യസാധ്യം എത്രയും പെട്ടെന്ന് സ്വാമിയായിട്ട് നടത്തി കൊടുക്കും എന്നുള്ളതാണ് ഇവിടെ എത്തിപ്പെടുന്നവരുടെ അനുഭവ സാക്ഷ്യം. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും വിഷ്ണുമായ സ്വാമിയാണ്. വിഷ്ണുമായ സ്വാമിയുടെ കൂടെ ഗുരുമുത്തപ്പൻ, മച്ചിൽ ഭഗവതി തുടങ്ങിയ ദേവതകളെയും നമ്മൾ ഉപാസിക്കുന്നുണ്ട്. മച്ചിൽ ഭഗവതിയെ വർഷത്തിലൊരിക്കലുള്ള തിറവള്ളാട്ട് മഹോത്സവത്തിന് മാത്രമേ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്കെല്ലാം ദർശിക്കാനുള്ള അവസരം ഉണ്ടാകുകയുള്ളൂ. അന്നേക്ക് തിറവള്ളാട്ടിനെ എത്തിപ്പെട്ട് ഭഗവതിനെ ദർശിച്ച്
അവരുടേതായിട്ടുള്ള കാര്യസാധ്യങ്ങളും പ്രാർത്ഥനകളും നൽകാനുള്ള സൗകര്യങ്ങളും അന്നേക്ക് ഉണ്ടാകുന്നതാണ്. ഗുരുമുത്തപ്പൻ കൂടി വിഷ്ണുമായ സ്വാമിയോട് കൂടി ഒരേ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളതാണ്. വിഷ്ണുമായ സ്വാമിയും ഗുരുമുത്തപ്പനെയും തൊഴുത് കുഷികൽപ്പത്തിൽ കാര്യസാധ്യത്തിനുള്ള വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കാത്തതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് എല്ലാവരുടെയും വിശ്വാസം. അതീവ ശക്തിയുള്ള വിഷ്ണുമായ സ്വാമി ദേവസ്ഥാനത്ത് കുടിയിരുന്നതോടെ അനുഗ്രഹം തേടി നാടിന്റെ നാനാഭാഗത്തു നിന്നും നിരവധി പേർ എത്തിത്തുടങ്ങി. ചാത്തൻ സേവയ്ക്ക് മുത്തപ്പന്റെ കാലത്ത് അനുഷ്ഠിച്ചു വന്ന അതേ രീതിയാണ് ഇന്നും തുടർന്നു പോകുന്നത് എന്ന പ്രത്യേകതയും ഇവിടെയുണ്ട്. തടിയിലും പരമ്പരാഗത ശൈലിയിലും പണി കഴിപ്പിച്ച ക്ഷേത്രവും അനുബന്ധ നിർമ്മിതിയുമാണ് ഭക്തർക്ക് ഇവിടെ ദർശിക്കാനാവുക. മേൽക്കൂര ഓടുമേഞ്ഞിട്ടുണ്ട്. പാരമ്പര്യം തച്ചുടയ്ക്കാൻ പുതിയ തലമുറയിലെ അംഗങ്ങൾ പോലും ശ്രമിച്ചിട്ടില്ല എന്നതും പഴമയുടെ പ്രൗഢി വിളിച്ചോതുന്നതാണ്. കരുവന്നൂർ കാരണയിൽ ദേവസ്ഥാനത്ത് ഗർഭഗൃഹത്തിൽ പ്രധാന മൂർത്തിയായ വിഷ്ണുമായ സ്വാമിയും പരിവാര ചാത്തന്മാരും വലതുഭാഗത്ത് വിരാജിക്കുന്നു. അതേ ഇടത്തു തന്നെ ഇടതുവശം ചേർന്ന് ഗുരുമുത്തപ്പനും കുടികൊള്ളുന്നു. മച്ചിൽ കുടികൊള്ളുന്ന ഭഗവതിയെ ദർശിക്കാൻ വർഷത്തിൽ നടക്കുന്ന പ്രധാന ഉത്സവമായ തിറവെള്ളാട്ട് ഉത്സവ ദിവസം മാത്രമേ ഭക്തർക്ക് കഴിയുകയുള്ളൂ. കരുവന്നൂർ കാരണയിൽ ദേവസ്ഥാനത്തിൻ്റെ ചരിത്രം എന്ന് പറയുമ്പോൾ ഏകദേശം 400-ൽ പരം വർഷങ്ങളുടെ പഴക്കമുള്ള അതിപുരാതനമായിട്ടുള്ള വിഷ്ണുമായ ക്ഷേത്രമാണ് കരുവന്നൂർ കാരണയിൽ ദേവസ്ഥാനം. ഏകദേശം 400 വർഷത്തിനു മുകളിൽ മുന്നേ ഉണ്ടായിരുന്ന മുത്തശ്ശൻ ഇവിടെയുള്ള കരുവന്നൂർ പുഴയിൽ വിഷ്ണുമായ സ്വാമിയെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ അതിൽ നിന്നും വിഗ്രഹ രൂപത്തിൽ ഉള്ള വിഷ്ണുമായ സ്വാമിയെ ലഭിക്കുകയും സ്വാമിയുടെ രഹസ്യമന്ത്ര പൂജാവിധികൾ സ്വാമിക്ക് ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്യുകയും സ്വാമിയെ കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം അദ്ദേഹം നടത്തിയ ഈ രഹസ്യമന്ത്രങ്ങളും പൂജാവിധികളും തലമുറകളിലൂടെ കൈമാറി പോകുന്ന ഒരു പൂജാവിധികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പരിവാരചാത്തൻ സ്വാമിമാരുടെ ഇടമായി കുക്ഷികൽപ്പവും പുറത്തു ദർശിക്കാം. മനോവേദനകൾ പുഷ്പങ്ങളാക്കി ഭക്തജനങ്ങൾ ഇവിടെ സമർപ്പിക്കുക പതിവ് കാഴ്ചയാണ്. നമ്മുടെ പ്രശ്നങ്ങൾ ഉള്ളുരുകി പ്രാർത്ഥിച്ച് ചാത്തൻ സ്വാമിയോട് പറഞ്ഞാൽ സ്വാമി വെളിച്ചപ്പാടിന്റെ ശരീരത്തിൽ എഴുന്നള്ളി വരും. നിഗൂഢമായ ഭാഷയിൽ ശാശ്വത പരിഹാരം നിർദ്ദേശിക്കും. ഇവിടെ വരുന്ന ഭക്തർക്ക് സ്വാമി ദർശനം വന്ന് അരുവിളക്കിലൂടെ കാര്യങ്ങൾ സ്വാമി മുഖാന്തരം ഭംഗിയായിട്ടുള്ള കാര്യങ്ങൾ തീർപ്പേൽപ്പിക്കാൻ എനിക്ക് സ്വാമിയുടെ ആയുധം കെട്ടി സ്വാമിയുടെ വാക്കോട് വചനം കൽപ്പനകൾ കൊടുക്കാനും നല്ല രീതിയിൽ സ്വാമിയുടെ അനുഗ്രഹം ഇവിടെ പൂർവാദ്യം ഭംഗിയോടെ സ്വാമി എനിക്ക് അനുഗ്രഹം തന്നിട്ടുണ്ട്. ഇന്ന് വരെ ഒരു അസുഖങ്ങളും ആപത്തും കൂടാതെ നല്ല രീതിയിൽ കൽപ്പനകൾ കൊടുത്തു പോകാൻ ഇവിടുത്തെ മഹാമായ കരുവന്നൂർ കാരണ ദേവസ്ഥാനത്തെ മഹാമായും ഗുരുമുത്തപ്പനും അമ്മേ ദേവിയുടെ മച്ചിൽ ഭഗവതിയുടെയും അനുഗ്രഹത്താലും ഞാൻ ഉപാധിച്ചു പറഞ്ഞ എൻ്റെ വിഷ്ണുമായ സ്വാമിയുടെയും കാരണന്മാരുടെയും അച്ഛനമ്മമാരുടെ കാലത്ത് നല്ല രീതിയിൽ ഒരു അല്ലലും ആപത്തും കൂടാതെ കൽപ്പന കൊടുക്കാൻ സ്വാമി മുഖാന്തരം ഇന്ന് വരെ ഈ നിമിഷം വരെ പറ്റിയിട്ടുണ്ട്. അത് സ്വാമിനോട് മരണം വരെ സ്വാമിയുടെ ആയുധം പിടിച്ച് ഉറയുവാൻ സ്വാമി അനുഗ്രഹം തരണമെന്നാണ് എൻ്റെ ആഗ്രഹം. കുട്ടിച്ചാത്തൻ കുടിയേറുന്ന ശരീരത്തിനും ഭക്തർക്കും മധ്യേ കുട്ടിച്ചാത്തന്റെ നിഗൂഢ ഭാഷയുടെ വ്യാഖ്യാനം ചമയ്ക്കുന്നത് ഇപ്പോഴത്തെ ദേവസ്ഥാനാധിപതിയായ വിമോദ് സ്വാമിയാണ്. വെളിച്ചപ്പാട് മൊഴിയുന്ന അരുളപ്പാടുകൾ വിമോദ് സ്വാമി ഭക്തർക്കായി പകർന്നു നൽകുന്നു. അതിപുരാതനമായ കാരണയിൽ ദേവസ്ഥാനം എത്ര വർഷം പഴക്കമുണ്ടെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. അത്രയും കാലഘട്ടം പഴക്കമുള്ള അമ്പലം 500 1000 എന്നൊന്നും ആർക്കും നിശ്ചയിക്കാൻ സാധ്യമല്ല. അത്രയും പുരാതന. ഇവിടെ വന്ന് എന്ത് സങ്കടം പറഞ്ഞു കഴിഞ്ഞാലും അത് സ്വാമി സാധിപ്പിച്ച് കൊടുക്കും. ഒരുപാട് ജനങ്ങൾ വന്ന് തൊഴുത് എല്ലാം സമർപ്പിച്ച് എല്ലാ കാര്യങ്ങളും സാധിച്ച് സുഖമായിട്ട് പോണ